നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വദേശിവൽക്കരണ നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി കടുപ്പിച്ച് സൗദി മാനവവിഭവശേഷി വികസന മന്ത്രാലയം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2000-ലധികം സ്ഥാപനങ്ങൾക്കെതിരെ നിയമലംഘനത്തിന് പിഴയിട്ടു. മന്ത്രാലയം നടത്തിയ ഫീൽഡ് പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ പിടികൂടി നടപടി സ്വീകരിച്ചത്. മന്ത്രാലയം നിർദ്ദേശിച്ച രീതിയിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് മന്ത്രാലയ അധികൃതർ പരിശോധന ശക്തമാക്കിയത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 4 ലക്ഷത്തോളം പരിശോധനകൾ പൂർത്തിയാക്കിയതായി മന്ത്രാലയ അധികൃതർ പറഞ്ഞു. എന്നാൽ 90% സ്ഥാപനങ്ങളും മന്ത്രാലയം നൽകിയ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി നടപ്പിൽ വരുത്തിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സ്വദേശി അനുപാതം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള മിന്നൽ പരിശോധനകൾ വരും ദിവസങ്ങളിൽ തുടരുന്നതാണ്. തൊഴിൽ നിയമലംഘനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് മന്ത്രാലയത്തെ അറിയിക്കാനും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രാലയത്തിന്റെ ആപ്ലിക്കേഷൻ വഴിയോ ടോൾ ഫ്രീ നമ്പറായ 1911 എന്ന നമ്പറിൽ വിളിച്ചോ വിവരങ്ങൾ കൈമാറാൻ സാധിക്കും. അതേസമയം സൗദി അറേബ്യയിൽ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിൽ കഴിയുന്ന കോവിഡ് രോഗികളുടെ എണ്ണം കുത്തനെ ഉയർന്നു. 6007 ഉയർന്നിരിക്കുകയാണ്. ഇവരിൽ 761 പേരുടെ നില ഗുരുതരമാണെന്നാണ് ലഭ്യമാക്കുന്ന വിവരം. ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇന്ന് 684 പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചത്. 439 പേർ രോഗമുക്തി നേടി. രാജ്യത്ത് ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3,92,900 ഉയർന്നു. ഇവരിൽ 3,79,312 പേർക്ക് രോഗം ഭേദമായി. ചികിത്സയിലുണ്ടായിരുന്നവരിൽ 6 പേർ കൂടി കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മരിച്ചു. ഇതോടെ ആകെ മരണസംഖ്യ 6690 ആയി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.8%, മരണനിരക്ക് 1.7% തുടരുന്നു. റിയാദ് പ്രവിശ്യയിലാണ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത്. വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ കോവിഡ് കേസുകൾ ഇപ്രകാരമാണ്: റിയാദ് 320, മക്ക 131, കിഴക്കൻ പ്രവിശ്യ 98, മദീന 26, ഹായിൽ 18, അസീർ 18, അൽ ഖസീം 16, ജീസാൻ 15, തബൂക്ക് 12, വടക്കൻ അതിർത്തി മേഖല 9, നജ്റാൻ 9, അൽ ജൗഫ് 8, അൽബാഹ 4 എന്നിങ്ങനെയാണ് കണക്ക്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.